Hello students. So in last two videos we have seen point defects and line defects. അപ്പോൾ പോയിന്റ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്. ലൈൻ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അലോങ് എ ലൈൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡിസ്ലൊക്കേഷൻ ഓർ ലീനിയർ ഡിഫക്റ്റ്. നോ വി ആർ ഗോയിങ് ടു സീ ഇൻ്റർഫേഷ്യൽ ഡിഫക്ട്സ്. ഇൻ്റർഫേഷ്യൽ ഡിഫക്ട്സ് അല്ലെങ്കിൽ സർഫസ് ഡിഫക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഇൻ്റർഫേഷ്യൽ ഡിഫക്ട്സ് ആർ ബൗണ്ടറീസ് ദാറ്റ് ഹാവ് ടു ഡയമെൻഷൻസ് ആൻഡ് നോർമലി സെപ്പറേറ്റ് റീജിയൻസ് ഓഫ് ദി മെറ്റീരിയൽസ് that have different crystal structures or crystallographic orientations. അപ്പോൾ ഇവിടെ ഇൻ്റർഫേഷ്യൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതൊരു 2 ഡയമെൻഷണൽ ഡിഫക്റ്റ് ആണ്. അപ്പോൾ അതിൽ സാധാരണ ഈ 2 ഡയമെൻഷണൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ ഇറ്റ് സെപ്പറേറ്റ്സ് ദ റീജിയൻസ് ഓഫ് മെറ്റീരിയൽസ്. ഇപ്പോൾ രണ്ട് മെറ്റീരിയൽസിൻ്റെ റീജിയൻസ്. അപ്പോൾ എങ്ങനത്തെ മെറ്റീരിയൽസ്? ഒന്നുകിൽ രണ്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറുള്ള രണ്ട് ക്രിസ്റ്റൽ സ്ട്രക്ചറുള്ള മെറ്റീരിയൽസിൻ്റെ സെപ്പറേഷൻ പോയിൻറ്റ്, അല്ലെങ്കിൽ രണ്ട് ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയൻറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിന് ആ രണ്ട് ഓറിയൻറ്റേഷനെ സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസസ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇൻ്റർഫേഷ്യൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പലതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ സർഫസസ്, സെക്കൻഡ് വൺ ഈസ് ഗ്രെയിൻ ബൗണ്ടറീസ്, തേർഡ് വൺ ഈസ് ട്വിൻ ബൗണ്ടറീസ്, ഫോർത്ത് ഈസ് സ്റ്റാക്കിംഗ് ഫോൾട്ട്സ് ആൻഡ് ഫിഫ്ത്ത് ഈസ് ഫേസ് ബൗണ്ടറീസ്. അപ്പോൾ ഇവിടെ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. എക്സ്റ്റേണൽ സർഫസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റേണൽ സർഫസസിലുള്ള ആറ്റംസ് ഇറ്റ് വിൽ നോട്ട് ബി ബൗണ്ടഡ് ടു മാക്സിമം നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്. എക്സ്റ്റേണൽ സർഫസ് ആറ്റംസ് ആണ്. അപ്പോൾ സർഫസ് ആറ്റംസിന് ഇപ്പം നമ്മൾ സർഫസിലുള്ള മുകളിൽ നിൽക്കുന്ന ആറ്റത്തിന് അതിന് താഴെയുള്ള ആറ്റമായിട്ടുള്ള കണക്ഷൻ ആണല്ലോ, മേലെ അതിന് ഫ്രീ ആണ്. അപ്പോൾ therefore there will be higher energy in therefore in a and those atoms are in a higher energy state than the atoms at the interior positions. അപ്പോൾ അങ്ങനെയുള്ള അതൊരു ഡിഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെയുള്ള ഡിഫക്റ്റിനാണ് എക്സ്റ്റേണൽ സർഫസസ് എന്ന് പറയുന്നത്. ദാറ്റ് ഡിഫക്റ്റ് ഈസ് കോൾഡ് എക്സ്റ്റേണൽ സർഫസസ്. അത് എങ്ങനെ ഉണ്ടാകുന്നതാണ്? ദ സർഫസിലുള്ള ആറ്റംസ് ഇറ്റ് വിൽ നോട്ട് ബി ബൗണ്ടഡ് with the maximum number of nearest neighbors, and hence it will be in a higher energy state than that of the atoms in the interior positions. Okay, so such defect is called external surfaces. Next one is grain boundary. Grain boundary എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്, ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു, ഗ്രെയിൻസ് എന്നാൽ പോളിക്രിസ്റ്റലൈൻ മെറ്റീരിയൽസിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസാണ് ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞു ക്രിസ്റ്റലിലും ഓരോരോ ഓറിയൻറ്റേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്രെയിൻ മുഴുവൻ ഒരു ഓറിയൻറ്റേഷനാണ്, ഇവിടെ ഉള്ളത് വേറൊരു അറ്റോമിക് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷനാണ് ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇതിന് ഒരു പെർട്ടിക്കുലർ അലൈൻമെൻ്റ് ആണ്, ഇവിടെ പക്ഷേ അലൈൻമെൻറ്റ് മാറുന്നു. അപ്പോൾ ഈ അലൈൻമെൻറ്റ് മാറുന്ന പൊസിഷനാണ് നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. So the grain boundary, the boundary separating two small grains or crystals having different crystallographic orientations in polycrystalline materials. A grain boundary is represented schematically as from an atomic perspective as in figure. Within the boundary region there is probably just several atom distances wide. There is some atomic mismatch in a transition from the crystallographic orientation of one grain to that of adjacent one. അപ്പോൾ ഇവിടെ ചെറിയ ക്രിസ്റ്റലോഗ്രാഫിക് ഓറിയൻറ്റേഷനിലെ ഡിഫറൻസ് ഉണ്ടാവും വെൻ വി മൂവ് ഫ്രം വൺ ഗ്രെയിൻ ടു അനദർ ഗ്രെയിൻ. ഈ ഡിഫറൻസ് ഉണ്ടാകുന്ന റീജിയനാണ്, ആ പോയിൻ്റാണ് ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ് കാണിക്കുന്നത് അറ്റോമിക് അലൈൻമെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടാവുന്ന ആ റീജിയനാണ് ഗ്രെയിൻ ബൗണ്ടറി. ഓക്കെ, ഗ്രെയിൻ ബൗണ്ടറി ഈസ് അനദർ സർഫസ് ഡിഫക്റ്റ്. ഇനി ട്വിൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ട്വിൻ ബൗണ്ടറി എന്ന് പറയുന്നത് ഈ ഒരു ബൗണ്ടറി ഉണ്ടാവും, ആ ബൗണ്ടറി ദാറ്റ് ബൗണ്ടറി വിൽ ആക്ട് വിൽ ബി ഹാവിങ് എ മിറർ ലൈക്ക് ലാറ്റിസ് സിമെട്രി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബൗണ്ടറിയിൽ ഒരു മിറർ വെച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അതേപോലെ ആയിരിക്കും ഈ രണ്ട് സൈഡിലും ആറ്റം അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും. Twin boundary is a special type of grain boundary across which there is a special mirror lattice symmetry. That is, atoms on one side of the boundary are located in mirror image positions of the atoms on the other side. The region of the material between the two boundaries is
appropriately termed a twin. അപ്പോൾ ഇത് ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരേപോലെയുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള. അപ്പോൾ ഈ ഒരു ബൗണ്ടറിയുടെ രണ്ട് സൈഡിലും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്വിൻ ബൗണ്ടറി എന്നുള്ളത്. ഓക്കെ, ഇനി പിന്നെയുള്ളത് നമ്മൾ സ്റ്റാക്കിംഗ് ഫോൾട്ടും ഫേസ് ബൗണ്ടറീസാണ്. സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ ആറ്റോമിക് അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് എച്ച് സി പി ക്രിസ്റ്റൽസ് ഒക്കെ, അതിലെ എക്സഗണൽ ക്ലോസ് പാക്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ക്ലോസ് പാക്ട് സ്ട്രക്ചേഴ്സിൽ ദർ വിൽ ബി ഒരു ഇതൊക്കെ മിസ്സായി പോവാം, അങ്ങനത്തെ ഒരു എന്താണ് സ്റ്റാക്കിങ്ങിലുള്ള ഒരു ലെയറിൽ മിസ്സായി പോവാം. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് സ്റ്റാക്കിംഗ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഫേസ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഈ ഗ്രീൻ ബൗണ്ടറി തന്നെ രണ്ട് തരത്തിലുള്ള ഫേസ് ഉണ്ടാവാം. രണ്ട് ഫേസ് എന്നാൽ രണ്ട് തരത്തിലുള്ള ക്രിസ്റ്റൽസിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്നതാണ് ഫേസ് ബൗണ്ടറീസ് എന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രെയിനിൽ നമ്മൾ പറഞ്ഞു ഒരേ ക്രിസ്റ്റലിൽ രണ്ട് തരത്തിലുള്ള ആറ്റോമിക് അറേഞ്ച്മെൻ്റ് ആണ്. ഫേസ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫേസസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ഫേസ് ബൗണ്ടറി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വോളിയം ഡിഫക്ട്സ് ആണ്. വോളിയം ഡിഫക്ട്സിൽ പെടുന്നതാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബൾക്ക് ഡിഫക്റ്റ്. അപ്പോൾ അതിലുള്ളതാണ് പോർസ്, ക്രാക്സ്, ഫോറിൻ ഇൻക്ലൂഷൻസ് ആൻഡ് അതർ ഫേസസ്. പോർസ് പറഞ്ഞാൽ നിങ്ങളൊരു മെറ്റീരിയലിൽ എന്താണ് ഒരുപാട് വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ് ഇൻ ദ സെൻസ് നമ്മൾ അരിപ്പ പോലെ ആയി പോവാം മെറ്റീരിയൽ. പോർസ് എന്ന് പറയുന്നത് നമ്മൾ അറേഞ്ച്മെൻറ്റിൽ വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസസ്. അപ്പോൾ അങ്ങനെയുള്ളതാണ് പോറസ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പ പോലുള്ള മെറ്റീരിയൽ, ഓട്ട അതാണ് ശരിക്കുള്ള പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ പോറസ് എന്ന് പറയുന്ന മെറ്റീരിയൽ പോർസ് ഉണ്ടാവും. ക്രാക്സ് നിങ്ങൾക്കറിയാം, ക്രാക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പൊട്ടലുകളാണ്. അപ്പോൾ ക്രാക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ആറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഒരു ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിഫക്റ്റാണ്. പിന്നെ ഫോറിൻ ഇൻക്ലൂഷൻസ്, നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ മെറ്റീരിയലിനുള്ളിലൊക്കെ ഉണ്ടാവുക, അതാണ് ഫോറിൻ ഇൻക്ലൂഷൻസ്. അതുപോലെ അതർ ഫേസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ഡിസൈറബിൾ അല്ലാത്ത ഒരു മെറ്റീരിയലും കൂടെ അതിൻ്റെ കൂടെ ഫോം ചെയ്യുക. ഒരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കുകയാണ്, ആ മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ ചിലപ്പോൾ ആറ്റോമിക് മാച്ചിങ് ഒക്കെ ആയിട്ടുള്ള വേറൊരു മെറ്റീരിയലും കൂടെ അതിലുണ്ടായി വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബേരിയം ടൈറ്റനേറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ടാക്കുകയാണ് വിചാരിക്കാം. അതിൻ്റെ ഇക്വേഷൻ സ്റ്റോഷിയോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് BaTiO3 ആണ്. ബേരിയം ടൈറ്റനേറ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ക്രിസ്റ്റലാണ്. അപ്പോൾ അതിന് പകരം അതിൻ്റെ കൂടെ ടൈറ്റാനിയം ഓക്സൈഡ് അതേപോലെ അത് ബേരിയം ടൈറ്റാനേറ്റ് ഉണ്ടാകുന്നത് എന്താണ്, ബേരിയം കാർബണേറ്റും ടൈറ്റാനിയം ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ അൺറിയാക്റ്റഡ് ആയിട്ടുള്ള ടൈറ്റാനിയം ഓക്സൈഡ് അങ്ങനെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് പറയാം അതർ ഫേസസ് എന്ന് പറയാം. അപ്പോൾ അതർ ഫേസസ് ആയിട്ടുള്ള മെറ്റീരിയൽ അതിനുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് അതൊക്കെ ഒരു ഡിഫക്റ്റായിട്ട് നമ്മൾ കാണും. സോ സച്ച് ഡിഫക്ട്സ് ആർ ഇൻ ദ കാറ്റഗറി ഓഫ് വോളിയം ഡിഫക്ട്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫക്ട്സിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഡിഫക്ട്സ് എല്ലാം നമുക്ക് മോശമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം ആണെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് മേ ബി യൂസ്ഡ് ടു എൻഹാൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താണ് പിന്നെ ഗോൾഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഗോൾഡിൽ നമ്മൾ എന്താണ് കോപ്പർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഹെൽപ്സ് ദ മെറ്റൽ ടു എൻഹാൻസ് ഇറ്റ് പ്രോപ്പർട്ടീസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡിഫക്ട്സ് രണ്ട് വിധത്തിലാവാം. നമുക്ക് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി കുറയ്ക്കാനും ഉണ്ടാവും, അതുപോലെ നമുക്ക് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഡിഫക്ട്സ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. താങ്ക് യു.